നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 113 113. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യൈ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 113. പ്രഥമസ്കന്ധം 11-ാം അധ്യായത്തിൽ 32-ാമത്തെ ശ്ലോകമാണെന്ന് പറയേണ്ടത്. ശ്ലോകം 32. തം ആത്മജേദൃഷ്ടിഭിർ അന്തരാത്മന ദുരന്തഭാവാ പരിരേഭിരേപതിം നിരുദ്ധമപ്യാസ്രവദംഭുനേത്രയോർ വിലജ്ജതീനാം ഭൃഗുവര്യവൈക്ലവാത്. 4 വരി ശ്ലോകമാണ്. തം ആത്മജേദൃഷ്ടിഭിരന്തരാത്മന ദുരന്തഭാവാ പരിരേഭിരേപതിം നിരുദ്ധമപ്യാസ്രവദംഭുനേത്രയോർ വിലജ്ജതീനാം ഭൃഗുവര്യവൈക്ലവാത്. ഇതാണ് ശ്ലോകം. അതിന് വാക്കാർത്ഥം പറയുമ്പോൾ ദുരന്തമായ എന്ന് പറഞ്ഞാൽ മോശമായിട്ടുള്ള അർത്ഥം. മലയാളത്തിൽ ഗംഭീരം എന്ന് പറഞ്ഞാലും മനോഹരം എന്ന് പറഞ്ഞാലും അർത്ഥം അറിയില്ല ആൾക്കാർക്ക്. മനോഹരം എന്നുള്ള സ്ഥലത്ത് ഗംഭീരായി, താഴെ ഗംഭീരായി അങ്ങനെ പറയാൻ പാടില്ല, മനോഹരായി എന്നാ പറയാൻ പാടുള്ളൂ. ദുരന്തമായി എന്നാ ഗംഭീരമായി എന്ന് പറഞ്ഞ. അപ്പോൾ ദുരന്തമായ അല്ലെങ്കിൽ ഗംഭീരമായ അഭിപ്രായത്തോടു കൂടിയ ആ സ്ത്രീകൾ ആ ഭർത്താവിനെ, അതായത് ദ്വാരകാവാസികൾ ശ്രീകൃഷ്ണനെ ഹൃദയം കൊണ്ടും കണ്ണുകൾ കൊണ്ടും പുത്രന്മാരെ കൊണ്ടും ആലിംഗനം ചെയ്തു. എങ്ങനെയാ? അന്തരാത്മന, ഹൃദയം കൊണ്ട്. ഇപ്പം ഞാനൊരു ആചാര്യൻ എന്നുള്ള നിലയ്ക്ക് ഈ എപ്പിസോഡ് ആരൊക്കെ കാണുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഭാവം എന്താ, ഈ എപ്പിസോഡുകൾ കാണുന്നവരൊക്കെ ഞാൻ നമസ്കരിക്കുന്നുണ്ട്. കാരണം എന്താ, എൻ്റെ ഗുരുനാഥൻ എന്നെ അങ്ങനെ പഠിപ്പിച്ചത്. മനസ്സുകൊണ്ട് ആരെ വേണമെങ്കിലും നമുക്ക് നമസ്കരിക്കാം. പക്ഷേ വേറൊരാളെ നമസ്കരിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കരുത്. ഇപ്പം ഞാനിപ്പോൾ യജ്ഞവേദിയിലുള്ളപ്പോൾ ആരെങ്കിലും നമസ്കരിക്കാൻ വരുമ്പോൾ ഞാൻ പറയും, യജ്ഞവേദിയിൽ വിളക്കുണ്ട്, അതിനെ നമസ്കരിക്കൂ. അല്ലെങ്കിൽ ആരാധ്യ ദേവൻ്റെ മൂർത്തിയുണ്ട്. കാരണം എന്താ, എനിക്ക് കിട്ടിയിട്ടുള്ള ഗുണപാഠം എല്ലാ ജീവജാലങ്ങളിലും ഭഗവാൻ കൂടസ്ഥനായി സർവജീവ ഗുഹാശാനായിട്ടുണ്ട്. അപ്പോൾ ഭഗവാനെ കൊണ്ട് നമ്മളെ നമസ്കരിക്കാൻ പാടുമോ? പാടില്ല. അല്ലെങ്കിൽ പിന്നെ എന്ത് വേണം? ചിലവരുണ്ട്, നമ്മളെ നമസ്കരിക്കുമ്പോൾ നമ്മൾ അവരെയും നമസ്കരിക്കുക, എന്നാൽ ഓക്കെ, ദാറ്റ് ഈസ് ഓക്കെ. അതിപ്പോൾ ബാലാനാം യുവാനാം വൃദ്ധാനാം എന്നുള്ള വ്യത്യാസമില്ല. അപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ എത്രയോ ആൾക്കാരെ കാണും, എല്ലാവരെയും നമുക്ക് നമസ്കരിക്കാൻ പറ്റില്ല. പക്ഷെ മനസ്സുകൊണ്ട് എല്ലാവരെയും നമസ്കരിക്കാം. മൂർത്തിനെ നമസ്കരിക്കുമ്പോൾ ഒരാളെ നമസ്കരിച്ചേ വിലയുള്ളൂ. എല്ലാ ആൾക്കാരെയും നമ്മൾ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് നമസ്കരിച്ചാലോ അത്രയും ഹൃദയത്തിലുള്ള ഹൃദയസ്ഥനായിരിക്കുന്ന അന്തരാത്മാക്കളുടെ അനുഗ്രഹം നമ്മൾക്ക് കിട്ടും. അപ്പോൾ ഭൃഗുശ്രേഷ്ഠ പാരവശ്യം ഹേതുവായിട്ട് ലജ്ജയോടുകൂടിയ അവരുടെ കണ്ണുകളിൽ തടഞ്ഞു നിർത്തിയെങ്കിലും, അതായത് കണ്ണുനീര് ആനന്ദാശ്രുക്കളെ തടഞ്ഞു നിർത്തിയെങ്കിലും ജലം അല്പം ഒഴുകിന. എന്തൊരു ഭാവമാണ്, ആലോചിച്ച് നോക്കൂ. ഇനി അതിൻ്റെ ഭാവാർത്ഥം, ഹേ ശൗനകമുനി. ഈ ശൗനകമുനിയാണ് ആര്?
ഭൃഗുശ്രേഷ്ഠ, ഭൃഗുവര്യ. അപ്പോൾ ഹേ ശൗനകമുനെ, ഗംഭീരമായ അഭിപ്രായത്തോടു കൂടിയ ആ 16,108 ഭാര്യമാരും ശ്രീകൃഷ്ണനെ കാണാതിരുന്ന സമയം അവരുടെ മനസ്സുകൊണ്ടും ദൂരത്തെത്തിയപ്പോൾ കണ്ണുകൾ കൊണ്ടും സമീപത്ത് വന്നപ്പോൾ മക്കളെ മടിയിലിരുത്തി ദൃഢമായി ആലിംഗനം ചെയ്യുന്ന അഭിനയത്താലും ഭർത്താവായ ഭഗവാനെ ആലിംഗനം ചെയ്തു. പിരിഞ്ഞിരുന്ന കാലത്തെ അവസ്ഥയോർത്തുണ്ടായ പാരവശ്യത്താൽ കണ്ണുകളിൽ നിറഞ്ഞ വെള്ളത്തെ പുറമേ വീഴ്ത്താതിരിപ്പാൻ ശ്രമിച്ചുവെങ്കിലും കുറേശ്ശെയായിട്ട് വെളിക്കൊഴുകി. ഇത്ര ധൈര്യമില്ലായ്മ തങ്ങളെ ബാധിച്ചുവല്ലോ എന്നോർത്ത് അവർ ലജ്ജിക്കുകയും ചെയ്തു. ആ ലജ്ജ വേണം. യാദേവി സർവഭൂതേഷു ലജ്ജാരൂപേണ സംസ്ഥിതാ നമസ്തസ്മൈ 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 നമോ നമഃ. അപ്പോൾ എല്ലാ പത്നിമാരും ഒരുപോലെ ഭക്തകളായിരുന്നത് കൊണ്ട് അതാണ് ശ്രദ്ധിക്കേണ്ടത്. എല്ലാവരും ഒരുപോലെ ഭക്തകളാണ്. ഏകകാലത്തിൽ അവരെ ഒരുപോലെ അനുഗ്രഹിപ്പാനായി യോഗേശ്വരനായ ഭഗവാൻ 16,108 രൂപത്തെ എടുത്ത് അവരുടെ ഗൃഹങ്ങളിൽ പ്രവേശിച്ചുവെന്ന് സാരം. അപ്പോൾ ഒരാളല്ല 16,108 പത്നിമാരുടെ വീട്ടിൽ. എല്ലാവർക്കും പ്രത്യേകം ശരീരമുണ്ട്. അതാണ് പറഞ്ഞത്, ഈശ്വരനെ അനുമോദിക്കൂ, ഈശ്വരനെ അനുകരിക്കരുത്. ചിലവരെ 4-5 കല്യാണം കഴിച്ചിട്ട് പറയും കൃഷ്ണൻ 16,108 നത്തിങ് എൽസ്. ഭഗവാൻ അവ്യയനാണ്, നാമരൂപങ്ങളില്ലാത്ത ആളാണ്. പക്ഷേ ഭക്തന്മാരെ സന്തോഷിപ്പിക്കാൻ ഭഗവാൻ രൂപമെടുക്കണം. അത് മായയെ ഉപോത്ബലകമായിട്ട്. ഇതറിയാതെ കണ്ട് ചന്ദ്രനെ നോക്കി കുരയ്ക്കുന്ന ശൗനകന്മാരെ പോലെ ആവരുത്. ശുനകന്മാരെ പോലെ ആവരുത് നമ്മൾ. പറഞ്ഞു മനസ്സിലാവുണ്ടോ? അടുത്ത ശ്ലോകം 33. യദ്യപ്യസോ പാർശ്വഗതോ രഹോ ഗതസ്തഥാപി തസ്യാംഘ്രിയുഗം നവം നവം പദേ പദേ കാ വിരമേത തൽപദാൽ ചലാപിയ ശ്രീർന ജഹാദികർഹ്യചിത്. യദ്യപ്യസൗ പാർശ്വഗതോ രഹോ ഗതസ്തഥാപി തസ്യാംഘ്രിയുഗം നവം നവം പദേ പദേ കാ വിരമേത തൽപദാൽ ചലാപിയ ശ്രീർന ജഹാദികർഹ്യചിത്. ഇവൻ ഈ ശ്രീകൃഷ്ണൻ സമീപത്തുള്ളവനും ഏകാന്തത്തിലിരിക്കുന്നവനുമാകുന്നു. എങ്കിലും അവൻ്റെ 2 പാദം ക്ഷണം തോറും നവം പുതുതായിരിക്കും. ചഞ്ചലയാണെങ്കിലും ലക്ഷ്മി യാതൊന്നിനെ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. ചഞ്ചലയുള്ളവളാണെങ്കിലും ലക്ഷ്മി ഭഗവാനെ ഉപേക്ഷിക്കുന്നില്ല. ആ പാദത്തിൽ നിന്ന് ഏതൊരുത്തി വിരമിക്കും? ആരും വിരമിക്കില്ല. ഭഗവാന്റെ തിരുപാദ പത്മത്തിൽ ആശ്രയിച്ചാരും തിരിച്ചു പോരില്ല. ഇതാണ് ഫിലോസഫിയുടെ ഏറ്റവും വലിയ പദവി. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു, ഈ കൃഷ്ണ ഭഗവാൻ ആ ഭാര്യമാരുടെ സമീപത്തിരുന്നാലും രഹസ്യസ്ഥാനത്തിൽ ഒരുമിച്ചിരുന്നാലും അവർക്ക് ഭഗവാന്റെ പാദകമലം ഓരോ ക്ഷണത്തിലും പുതുതായി തോന്നും. ഇപ്പം എന്താ മനസ്സിലായത്? നോക്കൂ, ഈ കൃഷ്ണ ഭഗവാൻ ആ ഭാര്യമാരുടെ സമീപത്തിലിരുന്നാലും രഹസ്യസ്ഥാനത്തിൽ ഒരുമിച്ചിരുന്നാലും, ബെഡ്റൂമിലാണെങ്കിലും അർത്ഥം അതാണ് മനസ്സിലാക്കേണ്ടത്. പൂന്തോട്ടത്തിലാണെങ്കിലും ശരി, അവർക്ക് എന്ത് മതി? ഭഗവാന്റെ തിരുവാദപത്മങ്ങൾ. അതാണ് പറഞ്ഞത് ഇത് ലൗകിക അല്ല, ആധ്യാത്മികതയാണെന്ന് പറയാൻ കാരണം. ഈ വർമ്മം നമുക്ക് മനസ്സിലാവണം. അപ്പോൾ ആ 2 പാദം ക്ഷണം തോറും അപ്പോൾ പറഞ്ഞു ഓരോ ക്ഷണത്തിലും പുതുതായി തോന്നും. അപ്രകാരം ഇരിക്കുന്ന ആ പാദത്തെ ഓർക്കാതിരിപ്പാനും പിരിഞ്ഞിരിപ്പാനും ആർക്ക് സാധിക്കും? ആർക്കും സാധിക്കില്ല. ലക്ഷ്മി ദേവി ചഞ്ചല സ്വഭാവമുള്ളവളാണെങ്കിലും ഈ ഭഗവാന്റെ പാദകമലത്തെ ഒരിക്കലും വിട്ടുപോകുന്നില്ലല്ലോ.
അടുത്തത് 34-ാമത്തെ ശ്ലോകം. ഏവം നൃപാണാം ക്ഷിതിഭാരജന്മനാം അക്ഷൗഹിണീഭിः പരിവൃത്തതേജസാം വിധായ വൈരം സ്വസനോ യഥാനലം മിഥോ വധേനോ പരതോ നിരായുധാം. ഏവം നൃപാണാം ക്ഷിതിഭാരജന്മനാം അക്ഷൗഹിണീഭിः പരിവൃത്തതേജസാം വിധായ വൈരം സ്വസനോ യഥാനലം മിഥോ വധേനോ പരതോ നിരായുധ. അതിൻ്റെ വാക്കർത്ഥം നോക്കിക്കോളൂ. ഇപ്രകാരം സൈന്യങ്ങളാൽ വ്യാപിച്ച തേജസ്സോടുകൂടിയവനും ഭൂമിഭാരത്തിനായിക്കൊണ്ട് ജനിച്ചവരുമായ രാജാക്കന്മാർക്ക് വായു തീയിനെന്ന പോലെ വിരോധത്തെ ഉണ്ടാക്കിയിട്ട് ആയുധം ധരിക്കാത്തവനായിട്ട് അന്യോന്യവധം കൊണ്ട് ഉപരമിച്ചു. ഭഗവാൻ യുദ്ധത്തിന് എന്ത് ചെയ്തിട്ടില്ല? ആയുധെടുത്തില്ല. മറ്റുള്ളവരെ കൊണ്ട് ഇടിപ്പിച്ചു. പരസ്പരം പോർ ചെയ്ത് വീരമൃത്യു പ്രാപിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം നോക്കിക്കോളൂ. ഇതുവരെ പറഞ്ഞതായ ശ്രീകൃഷ്ണ ചരിതത്തെ ചുരുക്കി പറയണം. ഇപ്രകാരം ഭൂമിക്ക് ഭാരമായി ഭവിപ്പാൻ ജന്മത്തെ എടുത്തവരും അനേകങ്ങളായ സൈന്യങ്ങളോടുകൂടിയ ഭൂമിയിൽ വ്യാപിപ്പിച്ച പരാക്രമത്തോടുകൂടിയവരുമായ രാജാക്കന്മാർക്ക് തമ്മിൽ വൈരത്തെ ജനിപ്പിച്ച് കാറ്റ് മുളകളെ തമ്മിൽ മുട്ടിച്ച് അതിൽ നിന്നുണ്ടാകുന്ന തീയിനാൽ ആ മുളകളെല്ലാം ദഹിപ്പിച്ച ശേഷം അടങ്ങുന്ന വിധത്തിൽ ഭഗവാനും ആയുധം ധരിക്കാതെ തന്നെ അവരെ തമ്മിൽ തല്ലിച്ച് നശിപ്പിച്ചതിൻ്റെ ശേഷം അടങ്ങിയിരുന്നു. ഭഗവാൻ മനസ്സിൽ കൽപ്പിച്ചാൽ മതി, ആൾക്കാർ തമ്മിൽ യുദ്ധം ചെയ്യും. ഭഗവാൻ മനസ്സിൽ കൽപ്പിച്ചാൽ യുദ്ധം നിർത്തും ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? അവരെ പരസ്പരം തമ്മിൽ അടുപ്പിച്ച് മരിപ്പിച്ചതിൻ്റെ ശേഷം ഭഗവാൻ അടങ്ങിയിരുന്നു. കാരണം ഭൂഭാരത്ത് തീർത്തു എന്നർത്ഥം. ഇനി 35-ാമത്തെ ശ്ലോകം 2 വരിയാണത്. സയേഷ നരലോകേ അസ്മിന്നവതീർണ സ്വമായയാം രേമേ സ്ത്രീരത്നകൂടസ്ഥോ ഭഗവാൻ പ്രാകൃതോ യഥാ. സയേഷ നരലോകേ അസ്മിന്നവതീർണ സ്വമായയാം രേമേ സ്ത്രീരത്നകൂടസ്ഥോ ഭഗവാൻ പ്രാകൃതോ യഥാ. അതിൻ്റെ വാക്കാർത്ഥം പറയാം. ആ ശ്രീകൃഷ്ണൻ തൻ്റെ മായ കൊണ്ട് ഈ മനുഷ്യലോകത്തിൽ അവതരിച്ചവനായി സ്ത്രീരത്നങ്ങളുടെ സമൂഹത്തിൽ ഇരിക്കുന്നവനായിട്ട് ഐശ്വര്യപൂർണനാണെങ്കിലും പ്രാകൃതനെ പോലെ രമിച്ചു. ഭഗവാൻ രൂപം എടുത്ത് സ്ത്രീകളായി രമിച്ച പ്രാകൃതനെ പോലെയാണ്. കൃതകൃത്യത അല്ലാതെ അതിലുള്ള ദോഷവും നന്മയും ഭഗവാനെ ബാധിക്കില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കൂ, ഈ ഭാഗവതത്തിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ കഥാമൃതത്തിൽ ശ്രീകൃഷ്ണ ലീലയിൽ ഏത് 18 പുരാണങ്ങൾ നിങ്ങൾ ഇൻസ്പെക്ട് ചെയ്തോളൂ, ശ്രീകൃഷ്ണനെ രേതസ് സ്കലിച്ചു എന്നുള്ളത് എവിടെയില്ല. അത് സ്കലിക്കില്ല. കാരണം എന്താ? നാമരൂപ വിവർജിത. ശരീരമില്ല. ശരീരമില്ലാത്തവർക്ക് ഇന്ദ്രിയമില്ല. ഇന്ദ്രിയമുള്ള ആൾക്കാർക്ക് സ്ഖലനമുള്ളൂ. ഇതൊന്നും അറിയാതെ കണ്ട് നമ്മൾ എന്തൊക്കെ വിരോധാഭാസങ്ങളാണ് പറഞ്ഞു കൂട്ടുന്നത്. അറിയില്ലെങ്കിൽ അറിയാത്ത മാതിരി ഇരിക്കണം. അറിയാൻ ശ്രമിക്കണം. അറിയാൻ ശ്രമിക്കാണ്ടിരിക്കരുത്. അപ്പോൾ പറയുന്നു, ഈ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ ഇച്ഛാശക്തിയാൽ ലോകഭാരം തീർക്കേണ്ടതിന് ഈ ലോകത്തിൽ മനുഷ്യ ശരീരത്തെ ധരിച്ചവതരിപ്പിച്ച പരമാനന്ദമൂർത്തിയാണെങ്കിലും അനേകം സ്ത്രീകളോട് ഒരുമിച്ചിരുന്ന് പ്രാകൃത പുരുഷന്മാരെന്ന പോലെ രമിച്ചു. പക്ഷേ ഇത് മനസ്സിലാക്കണം, മായയാണ് അത് എന്നുള്ളത്. ഇനി ശ്ലോകം 36 4 വരി ശ്ലോകമാണ്. ഉദ്ദാമഭാവ
പിശുനാമലവൽഗുഹാസവ്രീഡാവലോകനിഹതോ മദനോ അഭിയാസാം സമ്മുഹ്യ ചാപം അജഹാൽ പ്രമദോത്തമാസ്താ യസ്യേന്ദ്രിയം വിമഥിതം ഗുഹകൈർനശേഗു ഉദ്ദാമഭാവപിശുനാമലവൽഗുഹാസവ്രീഡാവലോകനിഹതോ മദനോ അഭിയാസാം സമ്മുഹ്യ ചാപം അജഹാത് പ്രമദോത്തമാസ്താ യസ്യേന്ദ്രിയം വിമഥിതം ഗുഹകൈർനശേഗു. അതിൻ്റെ വാക്കാർത്ഥം പറയണോ? യാതൊരുക്തികളുടെ ഗംഭീരമായ അഭിപ്രായത്തെ സൂചിപ്പിക്കുന്നതും നിർമ്മലവും മനോഹരവുമായ മന്ദഹാസം, ലജ്ജയോടുകൂടിയ നോട്ടം ഇവയാൽ ജയിക്കപ്പെട്ട എന്ന് പറഞ്ഞാ അവരുടെ അഭ്യർത്ഥനകൾക്ക് വഴങ്ങിയിട്ടില്ല എന്നർത്ഥമായി. ജയിക്കപ്പെട്ട, കാരണം ഭഗവാൻ ഇന്ദ്രിയങ്ങൾക്ക് അതീതനാണ്. അപ്പോൾ ഭഗവാനും ഇന്ദ്രിയമില്ല. അതാണ് യാതൊരുത്തികളുടെ ഈ 16,108 പേരുടെ ഗംഭീരമായ അഭിപ്രായത്തെ സൂചിപ്പിക്കുന്നതും നിർമ്മലവും മനോഹരവുമായ മന്ദഹാസം, ലജ്ജയോടുകൂടിയ നോട്ടം ഇവയാൽ ജയിക്കപ്പെട്ട മന്മഥനും സമ്മോഹിച്ചിട്ട് വില്ലിനെ ഉപേക്ഷിച്ചു. വില്ലിനെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? കാമദേവൻ്റെ അസ്ത്രം ഏതാ? പഞ്ചബാണങ്ങൾ. ആ പഞ്ചബാണങ്ങൾ വില്ലില്ലാണ്ട് നടക്കുമോ? ഇല്ല. അപ്പോൾ മന്മഥനും സമ്മോഹിച്ചിട്ട് വില്ലിനെ ഉപേക്ഷിച്ചു. ആ സ്ത്രീരത്നങ്ങൾ പുരുഷന്മാരെ വഞ്ചിപ്പാനുള്ള വിലാസങ്ങൾ കൊണ്ട് യാതൊരുത്തിൻ്റെ ഇന്ദ്രിയത്തെ, മനസ്സിനെ ക്ഷോഭിപ്പിക്കുവാനായി കൊണ്ട് ശക്തങ്ങളായില്ല. യു സി കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു ഭഗവാന് ഇന്ദ്രിയസ്ഖലനം ഉണ്ടായില്ല. ഡു യു തിങ്ക് ദാറ്റ് ഞാൻ ഇതൊക്കെ ഓർമ്മ വെച്ച് പറയാണോ? അല്ല, ഭഗവാൻ എന്നെ കൊണ്ട് പറയിപ്പിക്കണം. അടുത്ത ശ്ലോകം അതിന് സപ്പോർട്ടാവണം. അപ്പോൾ ഭഗവാന്റെ മനസ്സിനെ ഇളക്കാൻ പ്രാപ്തി ഈ 16,108 ഇൻക്ലൂഡിങ് ദി മഹാലക്ഷ്മിക്ക് ആയിട്ടില്ല, ആവൂല. കാരണം എന്താ? ഭഗവാൻ നാമം രൂപമില്ലാത്തവനാണ്. ഒരു ശക്തിവിശേഷമാണ്. കഥ പറയാനൊക്കെ പറയും. എന്നിട്ടും ആ കഥയിൽ ഒരിക്കലും ആരും ജയിച്ചില്ല ഭഗവാനെ ഒന്ന് ഭ്രമിപ്പിക്കാൻ. അപ്പോൾ പിന്നെ അതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ അനേകം സ്ത്രീകളോടുകൂടെ രമിച്ചുവെന്ന് പൂർവ്വശ്ലോകത്തിൽ വിവരിച്ചു. ഓക്കെ, അതുകൊണ്ട് പ്രാകൃത പുരുഷനെന്ന് ധരിക്കരുത്. പ്രാകൃത പുരുഷനെന്ന് ധരിക്കരുത്. ഭഗവാന്റെ മനുഷ്യനാട്യം മാത്രമാണത്. മഹിമയ്ക്ക് യാതൊരു കുറവുമില്ല. ആത്മാരാമനായി തന്നെ ഇരിക്കുന്നുവെന്ന് 2 ശ്ലോകത്തിൽ പറയുന്നു. യാതൊരു സ്ത്രീകളുടെ ഗംഭീരമായ ഓരോ ആശയങ്ങളെ സൂചിപ്പിക്കുന്ന നിർമ്മലവും, അവരുടെയും ഭാവം നിർമ്മലാണ്, സൂചിപ്പിക്കുന്ന നിർമ്മലവും മനോഹരവുമായ പുഞ്ചിരി, ലജ്ജാസഹിതമായ നോട്ടം എന്നിവയാൽ ജയിക്കപ്പെട്ട മന്മഥൻ കൂടെ, അതായത് പഞ്ചബാണൻ മന്മഥൻ കൂടെ, കാമദേവൻ കൂടി ഇവരുള്ളപ്പോൾ എൻ്റെ വില്ലുകൊണ്ട് ആവശ്യമൊന്നുമില്ലെന്ന് കരുതി കരിമ്പ് വില്ലിനെ ഉപേക്ഷിച്ചു. കാമദേവൻ്റെ അസ്ത്രത്തെ ഉപേക്ഷിച്ചു, അതായത് പരാജയപ്പെട്ടു എന്നർത്ഥം. ഈ ഭാഗവത സപ്താഹത്തിൽ ഇതൊക്കെ പറയാൻ പറ്റുമോ? അറിയാൻ പറ്റുമോ? നമ്മൾ എന്തൊക്കെയാണ് തെറ്റിദ്ധരിച്ചിട്ടുള്ളത്? എന്തിനാ ആചാര്യന്മാരെ കുറ്റം പറഞ്ഞത്? നമ്മൾക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ? സഭാവാസികൾക്ക് ചില ഉത്തരവാദിത്വം ഇല്ലേ? ഇത് വായിച്ച് പഠിക്കണ്ടേ? അപ്പോൾ കരിമ്പ് വില്ലിനെ ഉപേക്ഷിച്ചു. ആ ഉത്തമ സ്ത്രീകൾക്ക് സാധാരണ പുരുഷന്മാരെ വശീകരിക്കുന്ന
അവരുടെ ശൃംഗാരാദി ചേഷ്ടകൾ കൊണ്ട് ശ്രീ ഭഗവാന്റെ മനസ്സിനെ ഇളക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ മുലക്കച്ചിയുണ്ട്, മുലക്കച്ചിയുടെ മുകളിൽ കുങ്കുമമുണ്ട്. അവർ പിന്നെ ഗോപശ്രീകളുടെ പിന്നെ പാദപത്മങ്ങൾ ഭഗവാന്റെ പാദപത്മങ്ങൾ ഗോപസ്ത്രീകൾ മാറിലണച്ചു. ചർച്ചിത ഭഗവാൻ ചവച്ചരച്ചിട്ടുള്ള വെറ്റില അവർ അധരം കൊണ്ട് നുകർന്നു എന്നൊക്കെ പറഞ്ഞാലും ഇത് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഏത്? ഭഗവാന്റെ മനസ്സിനെ അളക്കാൻ പറ്റിയതായിട്ടൊന്നുമില്ല. കാമദേവൻ തോറ്റുന്നു. ആരുടെ അടുത്ത്? ഭഗവാന്റെ അടുത്ത്. നാം ഭഗവാൻ കാമദേവനെ വധിച്ചുവോ പരമശിവൻ ചെയ്ത കൂട്ടത്തിൽ? ഇല്ല. കാരണം ഒന്നും അതിൻ്റെ ആവശ്യമില്ല. കാമദേവൻ ഓൺ ദി കോൺട്രി, കാമദേവൻ മകനായിട്ട് പറഞ്ഞു ഭഗവാന്. ആലോചിച്ച് നോക്കണം കഥയിൽ. അപ്പോൾ ശ്രീ ഭഗവാന്റെ മനസ്സിനെ ഇളക്കുവാനും കഴിഞ്ഞില്ല. മനസ്സ് സ്വരൂപാനന്ദത്തിൽ രമിച്ചതല്ലാതെ സ്ത്രീകളിൽ പ്രവേശിച്ചിട്ടില്ല എന്ന് സാരം. പക്ഷേ ഇത് ഒരാചാര്യൻ ആദ്യം നന്നായിട്ട് വായിച്ചു പഠിക്കണം. നല്ലൊരു ഗുരുനാഥൻ്റെ അടുത്ത് പഠിക്കണം. അല്ലാതെ കൊണ്ട് ഭഗവാനെ പൂജിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് അയ്യോ, ഭഗവാനെ എല്ലാവരും പൂജിക്കുന്നുണ്ട്. ഭഗവാനെ പൂജിക്കുന്നത് സത്യത്തിൽ നമ്മളെങ്ങനെ ആഗ്രഹാഭിലാഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിഷ്കാമമായിട്ട് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? പറയൂ. ഞാൻ ഈ 2020 മാർച്ച് 8 തൊട്ടെയാണ് ഈ കൊറോണ താണ്ഡവം ആടാൻ തുടങ്ങിയത്. അതുവരെ ഞാൻ കൊല്ലത്തിൽ 1-2 സപ്താഹമൊക്കെ ഞാനും ചെയ്തിരുന്നു. 1-2 അത് മതി. അതൊക്കെ നിർത്തി ഞാൻ. അതായത് എനിക്ക് തോന്നുന്നത് 2022 ഏപ്രിൽ മെയ്യിൽ അതെ ഈ 5 എന്താണെന്ന് പറയുക 5 സ്റ്റേജ് ഞാൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ഉൾവിളി, നോ 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 സ്റ്റോപ്പ് ഇറ്റ്, കോൺസെൻട്രേറ്റ് ലൈക്ക് ദിസ്, ദാറ്റ്സ് ആൾ. കാരണം ഞാനിതിൻ്റെ അടിത്തട്ട് കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി ഇനി ഞാൻ പാപം ചെയ്യരുത്, ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കരുത്. അടുത്ത ശ്ലോകം 37. തം അയം മന്യതേ ലോകോ ഹി അസംഗം അഭിസംഗിണം ആത്മൗപമ്യേന മനുജം വ്യാപൃണ്വാനം യദോ അബുധ, ബുധ എന്നല്ല അബുധ. തമ്മയം മന്യതേ ലോകോ ഹി അസംഗം അഭിസംഗിണം ആത്മൗപമ്യേന മനുജം വ്യാപൃണ്വാനം യദോ അബുധ. അറിവിൽ അബുധ എന്ന് പറഞ്ഞാൽ അറിവില്ലാത്തതാണ്. ബുധ എന്ന് പറഞ്ഞാൽ അറിവുള്ളവരെന്നർത്ഥം. അപ്പോൾ ഇവിടെ അറിവില്ലാത്ത ഈ ജനസമുദായം അറിവില്ലാത്ത ജനസമുദായം സംഘത്തോടു കൂടാത്തവനാണെങ്കിലും, ഭഗവാൻ സംഘത്തോടു കൂടാത്തവനാണെങ്കിലും സ്വസാദൃശ്യം കൊണ്ട് അവരവരുടെ മാനസികാവസ്ഥ വെച്ച് സംഘത്തോടു കൂടിയവനും മനുഷ്യനും പ്രവർത്തിക്കുന്നവനുമാണെന്ന് ശ്രീകൃഷ്ണനെ പറ്റി വിചാരിക്കുന്നു. ആ വിചാരം ശരിയല്ല. നമ്മൾ വിചാരിക്കണതല്ലല്ലോ ശരി. നമ്മളെപ്പോലെയാണ് ഭഗവാൻ എന്നല്ലേ നമ്മൾ വിചാരിക്കണത്. അങ്ങനെയല്ല, ഭഗവാൻ നമ്മളെ വിചാരിക്കുന്ന പോലെയല്ല. ഭഗവാൻ ആരാ? സദാസമയത്തും അസംഖ്യ തന്നെയാണ്, സംഘമില്ലാത്തവനാണ്. പക്ഷെ ഭഗവാൻ പറയുന്നുണ്ട് എനിക്ക് ആരോടും സംഘമില്ല. പിന്നൊരു സ്ഥലത്ത് പറയുന്നുണ്ട് ഭഗവാൻ, ഞാൻ എൻ്റെ ഭക്തന്മാരുടെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ നോക്കുന്നുണ്ട്, മമതയുണ്ട് എനിക്ക് എന്ന് പറയുന്നുണ്ട്. മമത എന്നുള്ള വാക്കല്ല പറഞ്ഞതെന്ന് മാത്രം. പരമശൈലേ. അപ്പം മനക്ഷോഭമില്ലാതെയും നമ്മൾക്ക് മനക്ഷോഭമില്ലാത്ത സമയമില്ലല്ലോ. മനക്ഷോഭമാണ് എല്ലാ സമയത്തും. അപ്പം മനക്ഷോഭമില്ലാതെയും ഒന്നോടും ചേർച്ചയില്ലാതെയും ഇരിക്കുന്നവനാണ് ഭഗവാൻ എന്ന പരമാർത്ഥ ജ്ഞാനമില്ലാതെ. പരമാർത്ഥ ജ്ഞാനം ഉണ്ടെങ്കിൽ നാമരൂപവർജിത സംഘമില്ലാത്ത ഒരാളോട് പോയിട്ട് എനിക്ക് വീട് വേണം, എനിക്ക് ഭാര്യ വേണം, എനിക്ക് നല്ല ജോലി വേണമെന്ന് പറയുമോ? നാണക്കേടില്ലേ നമുക്ക്? ആരാ കേൾക്കണത്? പക്ഷെ ഭഗവാൻ 1000 കാതുകളും കണ്ണുകളും ചെവികളും ഒക്കെ ഉണ്ടെന്ന് പറയണു. അതെന്തിന്?
ഭക്തന്മാരുടെ വിളി കേൾക്കാൻ. അഭക്തന്മാർ വിളിച്ചാൽ കേൾക്കില്ല. അത് വേണം ഇത് വേണം പറഞ്ഞാൽ ഭഗവാൻ ചെയ്യണില്ലേ. നമ്മൾക്ക് വെറുതെ തോന്നുകയാണ് ഞാൻ ഗുരുവായൂർ ശയന പ്രതിഷ്ഠനം ചെയ്തിട്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അപ്പം യു ഗോ ഓൺ ഡൂയിങ് യുവർ ഡ്യൂട്ടീസ് ഫസ്റ്റ്. അതിന് ഫലം നമ്മൾ നോക്കണ്ട. ഫലാപേക്ഷ ഇല്ലാതെ കണ്ട് നമ്മൾ നമ്മുടെ കർമ്മം ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ പരമാർത്ഥജ്ഞാനമില്ലാതെ ഈ പ്രാകൃത ലോകം തങ്ങളെപ്പോലെ തന്നെ ഭഗവാനും സ്ത്രീകളോട് ചേർച്ചയുള്ളവനും അവരുടെ ഇഷ്ടത്തെ സാധിപ്പിക്കുവാൻ പാരിജാതാകരണം മുതലായ കാര്യങ്ങളിൽ പ്രവർത്തിച്ചവനും അതിനാൽ മനുഷ്യമാത്രനുമാണെന്ന് വിചാരിച്ചത് തെറ്റിപ്പോയി. മനുഷ്യ നാടകം കളിക്കാന്നല്ലാതെ കണ്ട് മനുഷ്യ നാടകം മനുഷ്യൻ മാത്രമാണെന്ന് വിചാരിക്കുന്നു. ഗൃഹസ്ഥാശ്രമധർമ്മവും ശരിക്ക് ഉപയോഗപ്പെടുത്തുന്ന പക്ഷം മോക്ഷത്തെ തടയുന്നില്ലെന്ന് കാണിപ്പാൻ ഈ വിധം അഭിനയിച്ചു എന്നേ ഉള്ളൂ. എങ്ങനെ ശരിക്ക് ഉപയോഗപ്പെടുത്തുന്ന പക്ഷം, അതായത് ഈ ഗൃഹസ്ഥാശ്രമധർമ്മവും ശരിക്ക് ഉപയോഗപ്പെടുത്തുന്ന പക്ഷം മോക്ഷത്തെ തടയുന്നില്ലെന്ന് കാണിപ്പാൻ, അതായത് ഭക്തന്മാർ വിധിപൂർവമുള്ള വിവാഹത്തെ ഭഗവാൻ ആക്സെപ്റ്റ് ചെയ്യണു. അതിൽ മീത പാടില്ല. മനസാ വാച കർമ്മണ. അടുത്ത ശ്ലോകം 39 ശ്ലോകത്തോടു കൂടി ഈ അധ്യായം കഴിയും. പറയാം. ഏതദ് ഈശനം ഈശസ്യ ഏതദ് ഈശന ഈശസ്യ പ്രകൃതിസ്തോ അഭിതദ്ഗുണൈഃ ന യുജ്യതേ സദാ ആത്മാസ്ഥൈര്യഥാ ബുദ്ധിസ്തദാശ്രയാഃ. ഏതദ് ഈശനമീശസ്യ പ്രകൃതിസ്തേ അഭിതദ്ഗുണൈഃ ന യുജ്യതേ സദാ ആത്മസ്ഥൈര്യഥാ ബുദ്ധിസ്തദാശ്രയാഃ. പ്രകൃതിയിൽ ഇരിക്കുന്നവനാണെങ്കിലും ശരിക്കും ഭഗവാൻ ആരാ? പ്രകൃതിയുടെ നിയന്താവാ, പ്രകൃതിയുടെ നിയാമകനാണ്, പ്രകൃതിക്ക് മേലെയാണ്. പക്ഷെ ഇവിടെ നമ്മൾക്ക് പ്രകൃതിയിൽ ഇരിക്കുന്നവനാണെങ്കിലും പ്രകൃതി ഗുണങ്ങളാൽ എപ്പോഴും ആത്മാവിലിരിക്കുന്ന ഗുണങ്ങളോടെ അതിനെ ആശ്രയിച്ചിരിക്കുന്ന ബുദ്ധി എന്ന പോലെ യോജിക്കപ്പെടുന്നില്ല. ഇത് ഈശ്വരൻ്റെ ശക്തിയാകുന്നു. ഈശ്വരൻ്റെ ശരിക്കുള്ള ശക്തി എന്താ ഉണ്ടോ? ഇന്ദ്രിയ വിജയമാണ്. ഇന്ദ്രിയങ്ങളെ വിജയിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ആഹാരം കിട്ടിയില്ലെങ്കിലും മിണ്ടിപ്പോകരുത്. എല്ലാവരും കാഴ്ച കാണാൻ പോകുമ്പോൾ കാഴ്ച കാണാൻ പോവാതെ ഇരിക്കാൻ സാധിക്കണം. അതാണ് ഇന്ദ്രിയ വിജയം. എന്ത് കൂത്തും കാണണമെന്ന് കണ്ണ് ആഗ്രഹിക്കുമ്പോൾ അത്തരം കൂത്തുകൾ കാണണ്ടെന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ നിഗ്രഹമായി. ഭാഗവതം കേൾക്കാൻ പോവാം, പക്ഷേ മസാലപ്പാട്ടുകൾ കേൾക്കാൻ പോകാൻ പാടില്ല എന്ന് തീരുമാനിക്കാൻ സാധിച്ചോ ഇന്ദ്രിയ നിഗ്രഹമായി. ആരോഗ്യമുണ്ടെങ്കിലും സഹശയനം ചെയ്ത രേതസ് നഷ്ടപ്പെടുത്താതെ കണ്ട് ആ രേതസ്സിനെ തേജസ്, അതിന് ഓജസ് എന്നാ പറയാം, ഓജസ്സിനെ തേജസ്സാക്കി മാറ്റാൻ കഴിഞ്ഞാൽ ഇന്ദ്രിയ നിഗ്രഹമായി, ഇന്ദ്രിയ വിജയായി. ഇത് പറയാണ്ട എങ്ങനെയാണ് നിങ്ങളറിയാം? നിങ്ങളൊരു കൂട്ടം അമ്മമാരായിക്കോട്ടെ, എനിക്ക് പ്രശ്നമില്ല. ഞാൻ പറയണത് ആചാര്യസ്ഥാനത്ത് ഇരുന്നിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളെ ജയിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമാണോ? അല്ല. പക്ഷേ ജയിച്ചാലേ കാര്യങ്ങൾ നടക്കൂ. ശാശ്വതമായ സമാധാനം, ശാന്തി വേണമെങ്കിൽ ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ സാധിക്കണം.
അതുകൊണ്ട് പരസ്പര ധാരണ പാടില്ല എന്നോ, സ്നേഹം പാടില്ല എന്നോ, പ്രേമം പാടില്ല എന്നോ അല്ല. പരസ്പര പ്രേമം എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? ഈശ്വരനെ പ്രാപിക്കാനായിരിക്കണം. അല്ലാത്ത അതിൽ താഴെ ഒന്നും വിലപ്പോവില്ല. അത് മനസ്സിലാവണമെങ്കിൽ ഭഗവാനാൽ തിരഞ്ഞെടുക്കപ്പെടണം. കാരണം ഭഗവാനാൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ മാത്രമേ ഭഗവാന്റെ വിഭൂതികളെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അത് ഈശൻ്റെ ശക്തിയാണെന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം, എന്തുകൊണ്ട് സംഖ്യയല്ല? ഭഗവാൻ എന്തുകൊണ്ട് സംഖ്യയല്ല അവതാരം എടുത്തിട്ടും? കാണിപ്പാൻ ഐശ്വര്യത്തിൻ്റെ ലക്ഷണം വിവരിക്കുന്നു. പ്രകൃതിയോട് ചേർന്നിരിക്കുന്നുവെങ്കിലും പ്രകൃതിയുടെ സത്വാദി ഗുണങ്ങളുടെ, കാരണം പ്രകൃതിക്ക് 3 ഗുണങ്ങളുണ്ട്. തമോ ഗുണമുണ്ട്, രജോ ഗുണമുണ്ട്, സാത്വിക ഗുണമുണ്ട്. അപ്പോൾ സാത്വിക ഗുണത്തിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ തമസ്സിനെ രജോ ഗുണം കൊണ്ടും രജോ ഗുണത്തിനെ സാത്വിക ഗുണം കൊണ്ടും ജയിച്ചിട്ട് വേണം. അതുകൊണ്ടാണ് സത്വാദി ഗുണങ്ങളുടെ ശക്തിക്ക് അധീനനായി ഭവിക്കാത്തത് ഈശ്വരൻ്റെ ഐശ്വര്യ ലക്ഷണമാകുന്നു. ഞാൻ പറഞ്ഞ പ്രശ്നമുണ്ടോ? ആര് നമ്മളെ വീഴ്ത്തണം എന്ന് വിചാരിച്ചാലും വീഴാതെണ്ടിരിക്കുക, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഐശ്വര്യ ലക്ഷണമാകുന്നു. ഏതുപോലെ എന്നാൽ ബുദ്ധി ആത്മാവിനെ ആശ്രയിച്ചിരിക്കുന്നു. ആത്മാവിയുടെ സവിധത്തിൽ ബുദ്ധി പ്രവർത്തിക്കും. കുബുദ്ധിയായാലും സുബുദ്ധിയായാലും അത് ആത്മാവിനെ ബാധിക്കില്ല. എങ്കിലും ആത്മഗുണങ്ങളായ സത്ത, ആനന്ദം എന്നിവകളോട് സദാ യോജിച്ചിരിക്കുന്നില്ല. യോജിച്ചിരിക്കുന്ന പക്ഷം ഞാൻ ദുഃഖമുള്ളവൻ, മരണമുള്ളവൻ എന്നിങ്ങനെയുള്ള വിചാരം പ്രാകൃതന്മാർക്ക് ഉണ്ടാകുവാൻ അവകാശമില്ല. നോക്കൂ, ആത്മാവുണ്ട്, ബുദ്ധിയുണ്ട്. പക്ഷെ ബുദ്ധി ദുഃഖിക്കുകയാണെങ്കിൽ ആത്മാവ് എന്ത് ചെയ്യാൻ പറ്റും? ആത്മാവിനോട് പ്രാർത്ഥിക്കണം, എനിക്ക് സദാസമയവും ഈശ്വരീയപരമായ കാര്യങ്ങളിൽ വ്യാപരിപ്പിക്കാൻ സാധിക്കണമെന്ന് നമ്മൾ ആത്മാവിനോട് പ്രാർത്ഥിക്കണം. അപ്പോഴാണ് ആത്മാവ് തമോ ഗുണത്തിനെയും രജോ ഗുണത്തിനെയും ഇല്ലായ്മ ചെയ്ത് സാത്വിക ഗുണത്തിൽ രമിപ്പിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഭഗവാൻ പ്രകൃതിസ്ഥാനനാണെങ്കിലും പ്രകൃതി ഗുണങ്ങളുടെ ചേരാതിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമാകുന്നു. ഇത് തന്നെ ഈശ്വരത്വം. അപ്പോൾ പ്രലോഭനങ്ങൾക്ക് കീഴ്പ്പെടാതെ കണ്ട് സുഹൃത്തുക്കളുടെ വയലിൽപ്പെട്ട് ഡ്രിങ്ക്സ് അടിച്ച് കൂത്താടാതെണ്ടിരിക്കാൻ സാധിച്ചാൽ അത് ഈശ്വരീയതയാണ്. ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അതേപോലെ തന്നെ ബാക്കി എല്ലാ കാര്യം അതാണ്. പ്രകൃതി ഗുണങ്ങളോട് ചേരാതിരിക്കുന്നത് ഈശ്വരൻ്റെ സ്വഭാവമാണ്. ഇത് തന്നെ ഈശ്വരതത്വം എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് ഈശ്വരത്വം എന്നുള്ളതാണ്. അപ്പോഴാണ് അഹം ബ്രഹ്മാസ്മി ആവുന്നത്. പക്ഷേ സപ്താഹത്തിന് പരിമിതികളുണ്ട്. ഇനി ഇതിൻ്റെ അടുത്ത ശ്ലോകം, അവസാനത്തെ ശ്ലോകം 39. തം മേനിരേ അബലാമൂഢാസ്ത്രൈണം ച അനുവ്രതം രഹ അപ്രമാണവിദോ ഭർത്തുർ ഈശ്വരം മധയോ യഥാം. തം മേനിരേ അബലാമൂഢാസ്ത്രൈണം ചാനുവ്രതം രഹ അപ്രമാണവിദോ ഭർത്തുർ ഈശ്വരം മധയോ യഥാ. എന്താ പറഞ്ഞത്? അറിവില്ലാത്തവരായ സ്ത്രീകൾ, പൊതുവെ സ്ത്രീകൾ അറിവില്ലാത്തവരാണ്. അവനെ സ്ത്രീകൾക്ക് അധീനനും ഏകാന്തത്തിൽ അനുസരിക്കുന്നവനും എന്ന് ഭർത്താവിൻ്റെ പ്രമാണത്തെ അറിയാത്തവരായിട്ട്, ഭഗവാന്റെ മനസ്സെന്താണെന്ന് അറിയാത്തവരായിട്ടാണ് സ്ത്രീകൾ പ്രലോഭിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അറിയാത്തവരായിട്ട് വിചാരിച്ചു. ഏത്? അഹംവൃത്തികൾ, മതികൾ, അഹംവൃത്തികൾ. ഈശ്വരനായ ക്ഷേത്രജ്ഞനെ എന്ന പോലെ. ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവ്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താ? ശരീരം. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അമ്പലം, അതിൽ ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ വിഗ്രഹം. അപ്പോൾ ഈ ശരീരമാകുന്ന ക്ഷേത്രത്തിലെ ക്ഷേത്രജ്ഞൻ തന്നെയാണ് അമ്പലമാകുന്ന ക്ഷേത്രത്തിലെ
ആരാധ്യ ദേവി അല്ലെങ്കിൽ ആരാധ്യ ദേവൻ. ഇത് എത്ര ആൾക്കറിയാം? എപ്പോൾ നമ്മൾക്ക് ഈ ദ്വൈതം വന്നോ അപ്പോഴാണ് അമ്പലം വേറെ ഞാൻ വേറെ. അമ്പലത്തിലുള്ള അതേ ചൈതന്യമാണ് എൻ്റെ ഉള്ളിലെന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ അമ്പലത്തിൽ പോയി തിരക്കേണ്ട ആവശ്യമില്ല, അവിടേക്ക് എത്തണം. അതാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു നിർത്താം. അഹങ്കാരവൃത്തികൾ ക്ഷേത്രജ്ഞനായ ആത്മാവിനെ സ്വാധീനനെന്ന് വിചാരിക്കുന്നത് പോലെ, അഹങ്കാരമുള്ളവർക്ക് അങ്ങനെയൊക്കെ തോന്നും. ഞാനാണ് ഈശ്വരനെ കൊണ്ടു നടത്തണതെന്ന് തോന്നിക്കഴിഞ്ഞാൽ കഴിഞ്ഞു പരിപാടി. എന്നിലുള്ള ഈശ്വരീയതയാണ് എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണമെന്ന് ഞാൻ സമാധാനിച്ചാൽ അതെൻ്റെ ഭാഗ്യം. അപ്പം വിചാരിക്കുന്നത് പോലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹിമയെ അറിയാത്ത സ്ത്രീകൾ അവരുടെ മൂഢത്വം നിമിത്തം ഭഗവാൻ തങ്ങൾക്ക് അധീനനും രഹസ്യസ്ഥലത്തിൽ തങ്ങളെ അനുസരിച്ചിരിക്കുന്നവനുമാണെന്ന് വിചാരിച്ചു. അതാണ്. അപ്പോൾ ഭഗവാൻ അപ്രത്യക്ഷമായി. പിന്നെ ഇവർ വിലപിച്ചു. അപ്പോൾ ഭഗവാൻ അവർക്ക് ദർശനം കൊടുത്തു. മനസ്സിലായോ? അപ്പോൾ എപ്പോൾ നമുക്ക് അഹങ്കാരം കൂടണോ അപ്പോൾ ഭഗവാൻ പറയും. പ്രത്യേകിച്ച് ആചാര്യന്മാർക്ക് കാശിന് വേണ്ടി ആചാര്യസ്ഥാനം സ്വീകരിച്ചാൽ പിന്നെ അവിടെ മൂർത്തി മാത്രമേ ഉള്ളൂ, തത്വം ഉണ്ടാവില്ല. അതാണ് പ്രശ്നം. അപ്പോൾ സ്ത്രീകൾ അവരുടെ മൂഢത്വം നിമിത്തം ഭഗവാൻ തങ്ങൾക്ക് അധീനനും രഹസ്യസ്ഥലത്തിൽ തങ്ങളെ അനുസരിച്ചിരിക്കുന്നവനുമാണെന്ന് വിചാരിച്ചു. ശാസ്ത്രം അറിയുന്നവരുടെ ബുദ്ധിവൃത്തികൾ, അതാണ് ഈ ഇതൊരു ശാസ്ത്രമാണ്. ഭാഗവതം ഒരു ശാസ്ത്രമാണ്, ശസ്ത്രമാണ്. ശാസ്ത്രം അറിയുന്നവരുടെ ബുദ്ധിവൃത്തികൾ ബഹുവിധമാണ്. ചിലർ ഈശ്വരനെ ലോകത്തിൻ്റെ ഉപദാന കാരണമെന്നും മറ്റു ചിലർ നിമിത്ത കാരണമെന്നും വേറെ ചിലർ സഗുണനെന്നും അന്യന്മാർ നിർഗുണനെന്നും ഇതരന്മാർ കർത്താവെന്നും അപരന്മാർ അകർത്താവെന്നും യഥാരുചി ധരിക്കുന്നത് പോലെ അവരവരുടെ രുചിക്ക് അനുസരിച്ചിട്ട് ഈശ്വരന് സ്ഥാനം കൊടുക്കുക ആൾക്കാർ. ഈശ്വരൻ പറയണോ ഞാൻ അസംഖ്യ ആള് എന്ന്, അതിലെത്ര ആളുണ്ട് കൈപ്പൊക്കിക്കോളും. നിങ്ങൾ പറയണം, നിങ്ങൾ ഈശ്വരനെ കാണുന്നത് എങ്ങനെയാണ്? ഗുരുവായൂരമ്പലത്തിലത്തെ മൂർത്തിയാണോ ഈശ്വരൻ, അതോ നിങ്ങളുടെ ഹൃദയപത്മത്തിൽ വിരാജിക്കുന്ന ബാലാഗ്രശതഭാഗസ് വിസ്തരസ് ഏകോ ജീവൻ? അത് മനസ്സിലാക്കിയവർ യെസ് അല്ലെങ്കിൽ നോ എന്ന് എനിക്ക് റിമാർക്സ് എഴുതും. എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഹൃദയത്തിലുള്ള ഭഗവാനെയാണ് നിങ്ങൾ ആരാധിക്കണമെന്ന് വിചാരിച്ചാൽ രക്ഷപ്പെട്ടു. അല്ല, ക്ഷേത്രങ്ങളിലുള്ള ഈശ്വരനെയാണ് നിങ്ങൾ അനുസരിക്കണമെന്ന് വിചാരിച്ചാൽ അതിനോ. പ്രൊഫഷനല്ലേ? അപ്പോൾ അകർത്താവെന്നും യഥാരുചി ധരിക്കുന്നത് പോലെ ഭാര്യമാരെന്ന് കരുതിയിരിക്കുന്ന സ്ത്രീകളും ഭഗവാനെക്കുറിച്ച് വിചാരിച്ചു എന്ന് സാരം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പ്രഥമസ്കന്ധേ ശ്രീകൃഷ്ണ ദ്വാരകാപ്രവേശോ നാമ ഏകാദശോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.